ഏകദേശം 4 ലക്ഷം രൂപ മോഡിഫൈ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള ഒരു സെന്ന നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒട്ടനവധി മോഡിഫിക്കേഷൻ ഈ ഒരു വണ്ടിയിൽ ഇതിൻ്റെ ഓണർ പുള്ളി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൻ്റെ സ്പെഷ്യലായിട്ട് എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ബോണറ്റിൽ ബാറ്ററി എന്ന് പറഞ്ഞ സാധനം ഇല്ല. ഇതെങ്ങനെ ഈ സാധനം വർക്ക് ചെയ്യണമെന്ന് ഞാൻ ഫസ്റ്റ് ചിന്തിച്ച് പോയിട്ടുണ്ട്. ഒരുവിധം എല്ലാ മോഡിഫിക്കേഷൻ ചെയ്തിട്ടൊരു വണ്ടിയാണ്. ഇതിൻ്റെ മുതലാളിനെ കാണിച്ചു തരാം. ബ്രോ പേര് പറഞ്ഞേ ബ്രോ. ഗിരി. നമ്മളതില് പണ്ടോട്ടുള്ള വണ്ടി ഇത് അല്ലേ? അത് ഇപ്പൊ ഈ വണ്ടിയിൽ എയർ സസ്പെൻഷൻ ഒക്കെ ചെയ്തേക്കുന്ന കുറെ വണ്ടികൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതില് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതല്ലേ, അങ്ങനെ ഞെട്ടിപ്പോയിട്ടോ ഈ ഒരു മീറ്റപ്പിന് വന്നിട്ട് ഇത്രയധികം ഒരു സ്പെക്കിൽ ചെയ്തെടുത്തൊരു വണ്ടി, അതും ക്ലീൻ ആക്കിയിട്ട് ചെയ്തിട്ടുള്ള. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യമായിട്ടാണ് ബാറ്ററി ഇല്ലാത്തൊരു ബോണത്തിൽ ബാറ്ററി ഇല്ലാത്തൊരു വണ്ടി കാണുന്നത്. ഈ വണ്ടി ഇരിക്കണ ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ കണ്ടോ, ഏകദേശം ഒരു ഇഞ്ചൊക്കെ ഉള്ളൂ. 1 ഇഞ്ച് ഇല്ലാന്നുണ്ടല്ലോ ഇതിന്റെ, ഫുള്ള് താത്തി വെച്ചൊക്കെയാണ്. അതേപോലെ 4 ലക്ഷം രൂപയൊക്കെ ഒരു സെന്നിൽ ചെലവാക്കുക എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതിന്റെ സീറ്റൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ. ഇതിന്റെ ബക്കറ്റ് സീറ്റൊക്കെ ശരിക്കും പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് അല്ലേ വരിക? സാധാരണ അഡ്ജസ്റ്റ് ചെയ്തില്ല, ഇതിലിപ്പോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ല, ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു സെൻ ഇന്റീരിയറിലൊക്കെ. അതേപോലെ തന്നെ ഇതിന്റെ ഡിക്കി ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചു തരാം നിങ്ങളെ. ഡിക്കിയിലാണ് ഇതിന്റെ മെയിൻ ഐറ്റംസ് ഒക്കെ ഇരിക്കണത് അല്ലേ. ഈ വണ്ടി താത്താനും പൊക്കാനുള്ള എല്ലാ പ്രൊഡക്റ്റുകളും ഈ ഒരു സംഭവമാണ്. ജസ്റ്റ് ഞാൻ ഇട്ട് കാണിച്ചു തരാം. നിങ്ങളെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓഡിയോ സിസ്റ്റം കാര്യങ്ങളൊക്കെ മച്ചാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെയാണ്. 2 പേർക്കാണ് ഇതിൽ ഇരിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൽ തുറക്കാൻ പറ്റില്ലടാ, ഉള്ളിൽ നിന്ന് തുറക്കാം. പക്ഷെ പുറത്തുനിന്ന് തുറക്കാനുള്ള ഹാൻഡിൽ കാര്യങ്ങളൊക്കെ അവന് അടച്ചേക്കാണ്. ചെറിയൊരു കാർബൺ ലുക്ക് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. മേ ബി നമുക്ക് ഫുൾ ആയിട്ട് ചെയ്യായിരുന്നു, പക്ഷെ നമ്മൾ ആ കാർബണിന്റെ ആ ഒരു ഇത് കളയാതിരിക്കാനായിട്ട് ആ ഒരു അതെ, പെയിന്റിംഗ് ഒക്കെ ഉഷാറാട്ടാ. എന്തായാലും ഇതിന്റെ എക്സ്പോസിനോട്ട് ഒന്ന് കേൾപ്പിക്കാല്ലേ. നമ്മള് നോർമൽ നഗായുടെ ആന്റിനെ കണ്ടിട്ടുണ്ട്. ഇത് നമ്മൾ എസ്റ്റീമിലൊക്കെ വരുന്ന ടൈപ്പ്, അല്ലെങ്കിൽ ബലേനൊക്കെ വരുന്ന ടൈപ്പ് ഇവൻ മോൾഡ് ചെയ്ത് എടുത്തേക്കാണ്. ഇത് ഏതിനു വേണ്ടി? ഡാൻസറിന്റെയാണോ? പജേറോന്റെ. അത് നമ്മൾ മോൾഡ് ചെയ്ത് എടുത്തിട്ട് ഇതിൽ സെറ്റ് ചെയ്തൂല്ലേ, സ്വിച്ച് വഴിയില്ല, ഒരു പിയാനോ സ്വിച്ച് വഴി പുള്ളി അവിടെ അഡ്ജസ്റ്റ് ചെയ്യും. ഇത് കറക്റ്റ് ആയിട്ട് കണ്ടില്ലേ. ഈ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുള്ള എയർ സസ്പെൻഷൻ ഫുള്ള് കൺട്രോൾ ചെയ്യണം. നമ്മൾ ആ ഒരു സെൻട്രൽ ലോക്കിന്റെ കീ പോലത്തെ ഒരു ഐറ്റത്തിലാണ്. ഇതിൽ എയും സി ആണല്ലേ, എയും സി ആണ് ഇതിൽ നമുക്ക് പൊക്കാനും താത്താനുള്ള സംഭവം. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, എ ബട്ടൺ നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഫ്രണ്ട് തന്നെ പൊന്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ സി നിൽക്കുമ്പോൾ ബാക്ക് സൈഡ് കണ്ടില്ലേ, ഒരു ലാഗും കൂടാണ്ട് കറക്റ്റ് ചെയ്താൽ വേണ്ടി. താത്തണെങ്കിൽ ഈ ഒരു ബിയും സി ആയിരിക്കും അല്ലേ, ആണല്ലേ. എൻ്റെ മോനെ വേറെ ലെവല്. നമ്മൾ ക്ലിയർ ആയിട്ടുള്ള ഒരു മോഡിഫിക്കേഷൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വണ്ടിയിൽ കണ്ടേക്കാണ്. വേറെ വൃത്തികേടോ അലമ്പൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ കൂൾ ഫിലിം ഡാർക്ക് വരെ അടിക്കാത്തൊരു വണ്ടി. അത്രയ്ക്കും സ്പെഷ്യാലിറ്റിയിൽ അവൻ മോഡിഫൈ ചെയ്ത് കൊണ്ടുവരുന്നു. എന്തായാലും ബ്രോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ഈ ഒരു വണ്ടിയായിട്ട് വീഡിയോ എടുത്തേട്ടോ. ശരി ബ്രോ.